ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നാസിസം ഇൻ ജർമ്മനി എന്നതാണ്. ജർമ്മനിയിലെ നാസി പാർട്ടി. ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ, റവല്യൂഷൻ ബ്രോക്ക് ഔട്ട് ഇൻ ജർമ്മനി. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയിൽ ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. ഇറ്റ് ലെഡ് ടു ദ കൊളാപ്സ് ഓഫ് ദ ജർമ്മൻ മൊണാർക്കി. ഈ വിപ്ലവം കാരണം ജർമ്മനിയിലെ ഏകാധിപത്യ ഭരണത്തിന് നാശം സംഭവിക്കുകയും ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ദ റവല്യൂഷണറീസ് എസ്റ്റാബ്ലിഷ്ഡ് എ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് ഇൻ ജർമ്മനി. അപ്പോൾ അതിനുശേഷം ഈ വിപ്ലവത്തിന് ശേഷം ജർമ്മനിയിലെ ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് ജർമ്മനിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ദോ ജർമ്മനി ബിക്കെയിം എ റിപ്പബ്ലിക്, ദ ഇൻഡസ്ട്രിയലിസ്റ്റ്, ലാൻഡ് ലോഡ്സ് ആൻഡ് ദ ഓഫീസേഴ്സ് ഓഫ് ദ ആർമി റിമെയിൻഡ് പവർഫുൾ. ഒരു റിപ്പബ്ലിക്കൻ ഗവൺമെൻറ്റായിട്ട് ജർമ്മനിയെ മാറ്റി എങ്കിലും വ്യവസായികളും ഭൂവുടമകളും ആർമിയിലെ ഓഫീസർമാരും എല്ലാം തന്നെ വളരെ പവർഫുള്ളായിട്ട് നിലകൊള്ളുകയും ചെയ്തു. ദ ഗവൺമെൻറ് ഓഫ് റിപ്പബ്ലിക് വാസ് നോട്ട് ഏബിൾ ടു ഡിസ്ട്രോയ് ദെയർ പവർ. അന്നത്തെ റിപ്പബ്ലിക്കൻ ഗവൺമെൻറ്റിന് ഈ ഫ്യൂഡൽസിൻ്റെ അധികാരങ്ങളെല്ലാം തന്നെ ലിമിറ്റ് ചെയ്യാനായിട്ട്, ഇല്ലാതാക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്നതാണ്. ദ ന്യൂ ഗവൺമെൻറ് ഹാഡ് ടു ഫേസ് ന്യൂ സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ് ലൈക്ക് അൺഎംപ്ലോയ്മെൻറ്റ്, പോവർട്ടി, ഡിസീസസ്, ഇൻഫ്ലേഷൻ, സ്റ്റാർവേഷൻ എക്സെട്ര. ഇറ്റലിയിൽ ഉണ്ടായതുപോലെ തന്നെ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ജർമ്മനിയിലും രൂക്ഷമായിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ, പോവർട്ടി, ദാരിദ്ര്യം, ഡിസീസസ്, രോഗങ്ങൾ, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എല്ലാം ഉണ്ടാകുന്നു. ഇൻഫ്ലേഷൻ, നാണയപ്പെരുപ്പം, സ്റ്റാർവേഷൻ, പട്ടിണി, ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങളെല്ലാം രൂക്ഷമായിട്ടുണ്ടാകുന്നു ജർമ്മനിയിൽ. ദ ജർമ്മൻ ഗവൺമെൻറ് ഫെയിൽഡ് ടു സോൾവ് ഓൾ ദോസ് സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കുന്നതിന് അന്നത്തെ ജർമ്മൻ ഗവൺമെൻറ്റിന് കഴിയാതെ പോയി. അണ്ടർ ദോസ് സർക്കംസ്റ്റൻസസ് അഡോൾഫ് ഹിറ്റ്ലർ എസ്റ്റാബ്ലിഷ്ഡ് നാസി ഡിക്റ്റേറ്റർഷിപ്പ് ഇൻ ജർമ്മനി. ഈ ഒരു സാഹചര്യത്തിലാണ് അഡോൾഫ് ഹിറ്റ്ലർ നാസി ഡിക്റ്റേറ്റർഷിപ്പ് ജർമ്മനിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ദ ടേം നാസിസം ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ നെയിം ഓഫ് ദ പാർട്ടി വിച്ച് ഹിറ്റ്ലർ ഫോംഡ് ഇൻ 1921. നാസിസം എന്ന വാക്ക് ശരിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേരാണ്. 1921 അഡോൾഫ് ഹിറ്റ്ലർ ഫോം ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേരാണ് നാസിസം, നാസി പാർട്ടി. അഡോൾഫ് ഹിറ്റ്ലർ ജോയിൻഡ് ദ ഫസ്റ്റ് വേൾഡ് വാർ ആൻഡ് ഫോട്ട് എഗൻസ്റ്റ് ദ അലൈഡ് പവേഴ്സ്. ഫസ്റ്റ് വേൾഡ് വാറിൽ അഡോൾഫ് ഹിറ്റ്ലർ പങ്കെടുക്കുകയും അലൈഡ് പവേഴ്സിനെതിരായിട്ട് ശക്തമായിട്ട് ഫൈറ്റ് ചെയ്യുകയും ചെയ്തു. ഹി ആൾസോ വോൺ അയൺ ക്രോസ് ഫോർ ബ്രേവറി. ധീരതയ്ക്കുള്ള അയൺ ക്രോസ് മെഡൽ അദ്ദേഹം നേടുകയും ചെയ്തു. ധീരനായിട്ടുള്ള ഒരു പട്ടാളക്കാരനായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ. ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ ഹി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് സ്റ്റാർട്ടഡ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി ഇൻ 1919. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് രൂപം നൽകി. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായി ചേർന്നുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് രൂപം നൽകി 1919. ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേരാണ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി. In 1920 that party came to be called the National Socialist German Workers Party. 1920 ആയപ്പോൾ ഈ പൊളിറ്റിക്കൽ പാർട്ടി അറിയപ്പെട്ട പേരാണ് നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്ന്. ഇൻ കോഴ്സ് ഓഫ് ടൈം ഇറ്റ് കെയിം ടു ബി കോൾഡ് നാഷണൽ സോഷ്യലിസ്റ്റ് പാർട്ടി ഓർ ദ നാസി പാർട്ടി. കാലക്രമേണ ഈ നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി അറിയപ്പെട്ട പേരാണ് നാഷണൽ സോഷ്യലിസ്റ്റ് പാർട്ടി ഓർ നാസി പാർട്ടി. പിന്നെ അതിനെ നാസി പാർട്ടി എന്നാണ് അറിയപ്പെട്ടത്. ഇറ്റ് വാസ് ദ ജർമ്മൻ വേർഷൻ ഓഫ് ഫാസിസം. ഇത് ഇറ്റലിയിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള ഫാസിസം ഉണ്ടായിരുന്നല്ലോ, അതുപോലെയുള്ള മറ്റൊരു വേർഷനായിരുന്നു എന്നതാണ്. ജർമ്മനിയിലെ
നാസിസം എന്ന് പറയുന്നത് ഇറ്റലിയുടെ ഫാസിസത്തിന് തുല്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ട് അത് രൂപം പ്രാപിച്ചു എന്നതാണ് സത്യം. ഇൻ 1923 ഹിറ്റ്ലർ പ്ലാൻഡ് ടു ക്യാപ്ചർ പവർ ബൈ ഓർഗനൈസിങ് എ മാർച്ച് ടു ബെർലിൻ. ബെർലിനിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ച് അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി 1923 അഡോൾഫ് ഹിറ്റ്ലർ മുന്നോട്ട് വന്നു. മുസോളിനി ഇറ്റലിയിൽ ചെയ്ത അതേ രീതിയിൽ ഇദ്ദേഹം ഒരു മാർച്ച് സംഘടിപ്പിക്കുവാനായിട്ട് മുന്നോട്ട് വന്നു. ബട്ട് ഹിസ് പ്ലാൻ വാസ് ഫെയിൽഡ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പദ്ധതികളെല്ലാം പരാജയപ്പെട്ടു. ഹി വാസ് അറസ്റ്റഡ് വിത്ത് ഹിസ് ഫോളോവേഴ്സ് ആൻഡ് പുട്ട് ഇൻ ജയിൽ. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്തു. While in jail, he wrote his famous autobiographical work called Mein Kampf or My Struggle. അദ്ദേഹം അങ്ങനെ ജയിലിലായിരിക്കുന്ന സമയത്ത് ലോകം അറിയപ്പെടുന്ന ഒരു ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക് അദ്ദേഹം എഴുതി. അദ്ദേഹം എഴുതിയ അഡോൾഫ് ഹിറ്റ്ലർ എഴുതിയ ഓട്ടോബയോഗ്രഫിക്കൽ വർക്കിനെ വിളിക്കുന്ന പേരാണ് മെയിൻ കാംഫ്. മെയിൻ കാംഫ്, ദാറ്റ് മീൻസ് മൈ സ്ട്രഗിൾ എന്നാണ് അതിൻ്റെ അർത്ഥം. മെയിൻ കാംഫ് ഓർ മൈ സ്ട്രഗിൾ വിച്ച് ലേറ്റർ ബിക്കെയിം ദ ബൈബിൾ ഓഫ് ദ നാസീസ്. പക്ഷേ പിൽക്കാലത്ത് നാസികളുടെ ബൈബിൾ എന്നാണ് ഈ പുസ്തകത്തിന് അറിയപ്പെട്ടത്. നാസികളുടെ ബൈബിൾ, മെയിൻ കാംഫ് എന്ന് പറയുന്ന ഈ പുസ്തകം. ഇംഗ്ലീഷിൽ അതിനെ മൈ സ്ട്രഗിൾ എന്നാണ് അറിയപ്പെടുന്നത്. ദ ഇലക്ഷൻ ഓഫ് 1924 നാസി പാർട്ടി വാസ് അനക്സ്ഡ് ഓൺലി 32 സീറ്റ്സ് ഇൻ ദ റൈസ്ടാഗ്. ജർമ്മൻ പാർലമെൻറ്റിന് പറയുന്ന പേരാണ് റൈസ്ടാഗ്. ഈ റൈസ്ടാഗിൽ 32 സീറ്റ് മാത്രമേ 1924 ഇലക്ഷന് നാസി പാർട്ടിക്ക് നേടുവാൻ കഴിഞ്ഞുള്ളൂ. ഈ 1929 occurred the most serious economic crisis which affected all the capitalist countries of the world. 1929 രൂക്ഷമായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി യൂറോപ്പിൽ മുഴുവനും ഉണ്ടായി. ഇത് അന്നത്തെ ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളെല്ലാം ബാധിക്കുകയും ചെയ്തു. ആസ് എ റിസൾട്ട് 8 million workers were thrown out of employment. 8 million തൊഴിലാളികൾ, 8 മില്യൺ തൊഴിലാളികൾ തൊഴിലില്ലാത്തവരായിട്ട് മാറ്റപ്പെട്ടു. ഇറ്റ് വാസ് ഡ്യൂറിങ് ദാറ്റ് ടൈം ദ നാസി പാർട്ടി ബിഗാൻ ടു സ്പ്രെഡ് ഹിസ് ഇൻഫ്ലുവൻസ്. ഇത്തരത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ട് ആൾക്കാർ ദുരിതം അനുഭവിക്കുന്ന ഈ സമയത്ത്, അതായത് കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയുന്നത് പോലെ ഈ സമയത്ത് നാസി പാർട്ടി അവരുടെ സ്വാധീനം ജനങ്ങളിൽ ഉണ്ടാക്കുവാൻ തുടങ്ങി. ഹിറ്റ്ലർ argued that the Treaty of Versailles made by the big powers was responsible for all the problems. ജർമ്മനിയിൽ ഇന്നുണ്ടാകുന്ന സകല പ്രശ്നത്തിൻ്റെ കാരണം ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ എൻഡിൽ വിജയിച്ച രാജ്യങ്ങൾ ജർമ്മനിക്കെതിരായി ഉണ്ടാക്കിയ വേഴ്സായി ഉടമ്പടി മാത്രമാണ് എന്ന് അദ്ദേഹം ആരോപിച്ചു. സോ ഹി ഇൻസ്പയർഡ് ദ ജർമ്മൻസ് ടു വയലേറ്റ് ദ ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് വൺ ബൈ വൺ. അതുകൊണ്ട് തന്നെ ജർമ്മനിയിലെ പൗരന്മാരോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു, വേഴ്സായി ട്രീറ്റി 1 by 1 ആയിട്ട് വയലേറ്റ് ചെയ്യണം, ലംഘിക്കണം. വേഴ്സായി ഉടമ്പടിയെ നാം അനുസരിക്കേണ്ട ആവശ്യമില്ല, അതിനെ വയലേറ്റ് ചെയ്യണം, അതിനെ ലംഘിക്കണം എന്ന് പൗരന്മാരോട് ഉദ്ബോധിപ്പിക്കുകയും ചെയ്തു. ഹിറ്റ്ലർ became more popular while other parties lost their influence. ഈ ഒരു സമയം അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിൽ വളരെ പോപ്പുലറായിട്ട് മാറുകയും ചെയ്തു. മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക് അവിടുത്തെ സ്വാധീനം നഷ്ടപ്പെട്ടു തുടങ്ങുകയും ചെയ്തു എന്നതാണ്. ദ ഇലക്ഷൻ ഓഫ് 1933 ദ നാസി പാർട്ടി സെക്യൂർഡ് 196 സീറ്റ്സ്. 1933 ഇലക്ഷനിൽ നാസി പാർട്ടിക്കും അഡോൾഫ് ഹിറ്റ്ലറിനും 196 സീറ്റ് നേടുവാൻ കഴിഞ്ഞു എന്നതാണ്. Though the Nazi party did not secure a majority in the Reichstag, President Hindenburg invited Hitler to become the Chancellor of Germany. ഈ ഇലക്ഷനിൽ 196 സീറ്റ് കിട്ടിയെങ്കിലും ജർമ്മൻ പാർലമെൻറ്റായ റൈസ്ടാഗിൽ മെജോറിറ്റി അവർക്ക് തെളിയിക്കുവാൻ കഴിഞ്ഞില്ല എന്നതാണ്. എങ്കിലും അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ഹിൻഡൻബർഗ് അഡോൾഫ് ഹിറ്റ്ലറിനെ ജർമ്മനിയുടെ ചാൻസലർ ആകുവാനായിട്ട്, ചാൻസലർ
ആക്കി മാറ്റുവാനായിട്ട് അദ്ദേഹത്തിനെ ഇൻവൈറ്റ് ചെയ്തു, അദ്ദേഹത്തിനെ ക്ഷണിച്ചു. ആഫ്റ്റർ ദാറ്റ് ദ റൈൻ ഓഫ് ടെറർ വാസ് സ്റ്റാർട്ടഡ്. ഇറ്റലിയിൽ മുസോളിനി എന്തൊക്കെ ചെയ്തു അതേ കാര്യങ്ങൾ ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലർ ചെയ്തു എന്നതാണ്. അദ്ദേഹം ഒരു ഭീകര വാഴ്ച ജർമ്മനിയിൽ ആരംഭിച്ചു. ഹി അസാസിനേറ്റഡ് ഓൾ ദ ആൻറ്റി നാസി ലീഡേഴ്സ്. ആൻറ്റി നാസി ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നാസി പാർട്ടിയിലില്ലാത്ത മറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസിലെ മെമ്പേഴ്സ്, നാസി പാർട്ടി മെമ്പേഴ്സ് അല്ലാത്തവരെ എല്ലാവരെയും വധിച്ചു കളഞ്ഞു, കൊന്നുകളഞ്ഞു. ദ റൈസ്റ്റാക്ക് ബിൽഡിംഗ് വാസ് സെറ്റ് ഓൺ ഫയർ. പാർലമെൻറ്റ് മന്ദിരത്തിനെ തീയിട്ട് നശിപ്പിച്ചു. ദ ബ്ലെയിം വാസ് പുട്ട് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു വരുത്തി ജർമ്മനിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് റൈസ്റ്റാക്ക് ബിൽഡിങ്ങിനെ തീയിട്ടത് എന്ന് പറഞ്ഞു വരുത്തുകയും ചെയ്തു. അദ്ദേഹം തന്നെ തീയിട്ടിട്ട് ആരോപണം മറ്റ് പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുമലിൽ ഇട്ടുകൊടുക്കുകയും ചെയ്തു എന്നതാണ്. വിത്ത് ദ ഡെത്ത് ഓഫ് പ്രസിഡന്റ് ഹിൻഡൻബർഗ്, ഹിറ്റ്ലർ ബിക്കെയിം ദ പ്രസിഡന്റ് ആസ് വെൽ എസ് ദ ചാൻസലർ ഓഫ് ജർമ്മനി. ഹിൻഡൻബർഗ് മരിച്ചു. അതോടുകൂടി ജർമ്മനിയുടെ പ്രസിഡൻറ്റും ജർമ്മനിയുടെ ചാൻസലറും ഹിറ്റ്ലറായിട്ട് മാറുകയാണ് ചെയ്തത്. ഇപ്പോൾ 2 പോസ്റ്റുകളിൽ ഇരിക്കുന്നത് അഡോൾഫ് ഹിറ്റ്ലർ തന്നെയാണ്. ജർമ്മനിയുടെ പ്രസിഡന്റ് പോസ്റ്റിലും ജർമ്മനിയുടെ ചാൻസലർ പോസ്റ്റിലും ഒരേ വ്യക്തി ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് അഡോൾഫ് ഹിറ്റ്ലർ. ഹി എസ്റ്റാബ്ലിഷ്ഡ് ഹിസ് ഡിക്റ്റേറ്റർഷിപ്പ് ഇൻ ജർമ്മനി ആൻഡ് അസ്യൂംഡ് എ ന്യൂ ടൈറ്റിൽ കാൾഡ് ഫ്യൂറർ, ദാറ്റ് മീൻസ് ലീഡർ. അങ്ങനെ ജർമ്മനിയിൽ അദ്ദേഹത്തിൻ്റെ ഡിക്റ്റേറ്റർഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഒരു പുതിയ സ്ഥാനപ്പേര് സ്വീകരിക്കുകയും ചെയ്തു. സ്ഥാനപ്പേരിൻ്റെ പേര് ഇതാണ്, ഫ്യൂറർ. ഫ്യൂറർ, FUHRER, ഫ്യൂറർ. ഫ്യൂറർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ലീഡർ എന്നാണ് എൻ്റെ അർത്ഥം. ദ വെയ്മർ റിപ്പബ്ലിക് വാസ് അബോളിഷ്ഡ്. അന്നുണ്ടായിരുന്ന വെയ്മർ റിപ്പബ്ലിക്കിനെ അബോളിഷ് ചെയ്തു. ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് എ ന്യൂ ഗവൺമെൻറ് കാൾഡ് തേർഡ് റീച്ച്. എന്നിട്ട് ഒരു പുതിയ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ആ പുതിയ ഗവൺമെൻറ്റിനെ പറയുന്ന പേരാണ് തേർഡ് റീച്ച്, REICH, തേർഡ് റീച്ച് എന്നാണ് അറിയപ്പെട്ടത്. ദ ചീഫ് ഫീച്ചേഴ്സ് ഓഫ് നാസി മൂവ്മെൻറ്റ് ഇൻ ജർമ്മനി വേർ: 1. Nothing against the state, nothing beyond the state, nothing above the state. ജർമ്മനിയിലെ നാസി പാർട്ടികൾ ചെയ്തത് മുസോളിനി ചെയ്ത അതേ രീതിയിൽ തന്നെയായിരുന്നു. നാസി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളെന്ന് പറയുന്നത് 1. നത്തിങ് എഗൻസ്റ്റ് ദ സ്റ്റേറ്റ്, നത്തിങ് ബിയോണ്ട് ദ സ്റ്റേറ്റ് ആൻഡ് നത്തിങ് എബോവ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിന് എതിരായിട്ട് ഒന്നുമില്ല, സ്റ്റേറ്റിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല, സ്റ്റേറ്റിന് മുകളിലായിട്ട് ഒന്നുമില്ല. എല്ലാത്തിൻ്റെയും സുപ്രീം എന്ന് പറയുന്നത് സ്റ്റേറ്റാണ്. സ്റ്റേറ്റ് ബിക്കെയിം മോർ പവർഫുൾ എന്നാണ് എൻ്റെ അർത്ഥം. 2. സ്റ്റേറ്റ് ബിക്കെയിം ഓംനിപൊട്ടൻറ്റ്, ദാറ്റ് ഈസ് ആൾ പവർഫുൾ. സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ ശക്തമാണ്, പവർഫുള്ളാണ്, ഓംനിപൊട്ടൻ്റ് ആണ്, സർവശക്തമാണ്. ഓംനിപൊട്ടൻ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സർവശക്തം എന്നാണ്. 3. എംഫസൈസ് ഓൺ വാർ, യുദ്ധത്തിന് പ്രാധാന്യം നൽകിയെന്നതാണ്, യുദ്ധം ചെയ്യുക. ഹിറ്റ്ലർ ഡിക്ലെയർഡ് ദാറ്റ് ജർമൻസ് വെയർ പ്യുവർ ആര്യൻ ഇൻ ബ്ലഡ് ആൻഡ് ദെയർഫോർ ഫിറ്റ് ടു റൂൾ ഓവർ ദ വേൾഡ്. അഡോൾഫ് ഹിറ്റ്ലർ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ജർമ്മനിക്കാർ എന്ന് പറയുന്നത് പ്യുവർ ആര്യൻ ബ്ലഡുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് ലോകം മുഴുവനും ഭരിക്കുവാൻ കഴിവുള്ള അവകാശമുള്ള ആളുകളാണ് ജർമ്മനിക്കാർ എന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു. യുദ്ധം ചെയ്യുക, അതാണ് അവരുടെ പോളിസി. 4. പ്രോഗ്രസ് ആൻഡ് നോട്ട് പ്രിൻസിപ്പിൾസ്, തത്വങ്ങളല്ല അഭിവൃദ്ധി കൈവരിക്കുക. 5. നോ ബിലീഫ് ഇൻ ഡെമോക്രസി ആൻഡ് ഇൻ ഡെമോക്രാറ്റിക് വാല്യൂസ്, ജനാധിപത്യ മൂല്യങ്ങൾക്ക് യാതൊരു സ്ഥാനവും കൽപ്പിച്ചിട്ടില്ല, ജനാധിപത്യത്തിൽ യാതൊരു വിശ്വാസവും അവർക്കില്ലായിരുന്നു. 6. നോ ഫെയ്ത്ത് ഇൻ ഇൻ്റർനാഷണൽ ലോ, വേൾഡ് പീസ് ആൻഡ് വേൾഡ് സെക്യൂരിറ്റി, അന്തർദേശീയ നിയമങ്ങൾക്കോ അന്തർദേശീയ സമാധാനത്തിനോ അന്തർദേശീയ സുരക്ഷിതത്വത്തിനോ യാതൊരു സ്ഥാനവും അവർ കൽപ്പിച്ചിരുന്നില്ല എന്നതാണ്. 7.
ഇമ്പീരിയലിസം, സാമ്രാജ്യത്വത്തിനും സാമ്രാജ്യത്വ നയങ്ങൾക്കും വളരെയധികം പ്രാമുഖ്യം നൽകിയ ഒരു വ്യക്തിയായിരുന്നു അഡോൾഫ് ഹിറ്റ്ലറും അദ്ദേഹത്തിൻ്റെ ഫാസിസ്റ്റ് മൂവ്മെൻറ്റും. 8. എക്സ്ട്രീം നാഷണലിസം. എക്സ്ട്രീം നാഷണലിസം എന്നാൽ അതിൻ്റെ അർത്ഥം നാരോ നാഷണലിസം എന്നാണ്. അതിര് കടന്ന ദേശീയത. നമ്മുടെ രാജ്യം എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിനെ സമർത്ഥിക്കും, ഞങ്ങൾ ചെയ്തതാണ് ശരി എന്ന് സമർത്ഥിക്കും. ഇതാണ് എക്സ്ട്രീം നാഷണലിസം. അതവർ ഫോളോ ചെയ്തു എന്നതാണ്. 9. മിലിറ്ററിസം, സൈനികത. മറ്റ് രാജ്യക്കാരെ ആക്രമിച്ച് കീഴടക്കുന്നതിന് വേണ്ടി സൈനിക ബലം കൂട്ടുക, ആയുധങ്ങൾ ശേഖരിക്കുക, ഇതൊക്കെയാണ് അവർ ചെയ്തിരുന്നത്. 10. വിക്ടിമൈസേഷൻ ഓഫ് ജൂസ്. യഹൂദന്മാരെ കൊന്നൊടുക്കുക. വളരെ ബുദ്ധിശാലികളായിട്ടുള്ള, ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരെ ആണല്ലോ ജൂതന്മാർ. അവരെ വധിച്ചു കളയുക, അവരെ കൊന്നൊടുക്കുക, ഇതായിരുന്നു ഫാസിസ്റ്റുകളുടെ ലക്ഷ്യം. നാസി പാർട്ടികളുടെ ലക്ഷ്യം. നാസികളുടെ പ്രധാനപ്പെട്ട, ഫാസിസ്റ്റ് പാർട്ടിയുടെയും ലക്ഷ്യം ഇത് തന്നെയായിരുന്നു. നാസികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യവും ഇത് തന്നെയായിരുന്നു. ഫാസിസവും നാസിസവും തമ്മിൽ വളരെ ബന്ധമുണ്ട് എന്നത് ഒരു സത്യം. ആഫ്റ്റർ became the dictator of Germany, Hitler abolished all the political parties except Nazi party. ഇറ്റലിയിലെ മുസോളിനി ചെയ്ത അതേ രീതിയിൽ തന്നെ ജർമ്മനിയിലും അഡോൾഫ് ഹിറ്റ്ലർ ചെയ്തു എന്നതാണ്. ജർമ്മനിയിൽ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനെയും ബാൻ ചെയ്തു, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനെയും നിരോധിച്ചു. ജർമ്മനിയിൽ ഇപ്പോൾ ഒരേ ഒരു പൊളിറ്റിക്കൽ പാർട്ടി മാത്രമേ ഉള്ളൂ, അത് നാസി പാർട്ടി മാത്രം. ഓൾ ദ പ്രസ് എക്സെപ്റ്റ് നാസി പ്രസ് വെയർ ബാൻഡ്. എല്ലാ പ്രസ്സിനെയും, എല്ലാ പത്രത്തിനെയും ബാൻ ചെയ്തു, നിരോധിച്ചു. ഒരൊറ്റ പ്രസ് മാത്രമേ ഉള്ളൂ, അത് നാസി പ്രസ്സാണ്. ദ ജൂസ് വെയർ ക്രൂവലി ട്രീറ്റഡ്. ജൂതന്മാരെ വളരെ മൃഗീയമായിട്ട് കൊന്നുകളഞ്ഞു, ധാരാളം പേരെ കൊന്നുകളഞ്ഞു. തൗസൻഡ്സ് ഓഫ് ജൂസ് വെയർ എയ്തർ പെർസിക്യൂട്ടഡ് ഓർ കിൽഡ്. ആയിരക്കണക്കിന് ജൂതന്മാരെ ഉപദ്രവിക്കുകയോ പീഡിപ്പിക്കുകയോ കൊല്ലുകയോ ചെയ്തു. In 1937, Hitler entered into a treaty with Japan and Italy, was called Anti-Comintern Pact. 1937 ഹിറ്റ്ലർ ജപ്പാനുമായിട്ടും ഇറ്റലിയുമായിട്ടും ഒരു ട്രീറ്റി ഉണ്ടാക്കി. ആ ട്രീറ്റിയുടെ പേരാണ് ആൻറ്റി കൊമിൻറ്റാൻ പാക്ട്. 1937 ജർമ്മനി ജപ്പാനുമായിട്ടും ഇറ്റലിയുമായിട്ട് ഒരു പുതിയ കരാറുണ്ടാക്കി, ഒരു പുതിയ ഉടമ്പടി ഉണ്ടാക്കി, ഒരു പുതിയ സന്ധി ഉണ്ടാക്കി, ഒരു ട്രീറ്റി ഉണ്ടാക്കി. ആ ട്രീറ്റിയുടെ പേരാണ് ആൻറ്റി കൊമിൻറ്റാൻ പാക്ട്. ഫർദർ മോർ ഹി വയലേറ്റഡ് ദ പ്രൊവിഷൻസ് ഓഫ് ദ ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് വൺ ബൈ വൺ. മാത്രമല്ല ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ എൻഡിലുണ്ടാക്കിയ ട്രീറ്റി, ജർമ്മനിയുമായിട്ടുണ്ടാക്കിയ ട്രീറ്റി ഓഫ് വേഴ്സൈൽസ്, അത് 1 by 1 ആയിട്ട് വയലേറ്റ് ചെയ്തു, ലംഘിച്ചു. ഓരോ ട്രീറ്റിയായിട്ട് അവർ ലംഘിച്ചു. ഹിറ്റ്ലർ boasted that his third reich would last for a millennium. ഒരിക്കൽ ഹിറ്റ്ലർ അഹങ്കരിച്ചു പറഞ്ഞു. ബോസ്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അഹങ്കരിച്ച് പറയുകയാണ്. അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്ത ഗവൺമെൻറ് ആണല്ലോ തേർഡ് റീച്ച്, ഇത് 1000 വർഷം നീണ്ടു നിൽക്കും എന്ന് അദ്ദേഹം ഒരിക്കൽ അഹങ്കരിച്ചു പറഞ്ഞു. ബട്ട് ഇറ്റ് എൻഡഡ് ഇൻ മെയ് 1945 when ഹിറ്റ്ലർ കമ്മിറ്റഡ് സൂയിസൈഡ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ തേർഡ് റീച്ച് അദ്ദേഹം 1945 സൂയിസൈഡ് ചെയ്തതോടുകൂടി, ആത്മഹത്യ ചെയ്തതോടുകൂടി അദ്ദേഹത്തിൻ്റെ തേർഡ് റീച്ച് എന്നേക്കുമായിട്ട് ഇല്ലാതായി പോവുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റായ തേർഡ് റീച്ചിന് ആയുസ് വളരെ കുറവായിരുന്നു എന്നതാണ് സത്യം. ദസ് ഹി കമ്മിറ്റഡ് സൂയിസൈഡ് ഇൻ മെയ് 1945. അതോടുകൂടെ ഏതാണ്ട് സെക്കൻഡ് വേൾഡ് വാർ അവസാനിക്കുകയും ചെയ്തു എന്നതാണ് സത്യം. 1945 മെയ് മാസം അദ്ദേഹം സൂയിസൈഡ് ചെയ്തു, ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ.